Welcome back to Malabar Gold and Diamonds Ashwamedham powered by North Republic Shirts and presented by Swayamvara Silks. അശ്വമേധത്തിന്റെ കോളർ ഓൺലൈൻ എന്ന സെഗ്മെന്റിൽ ഈ ദിവസം മത്സരിക്കുന്ന മത്സരാർത്ഥി അടുത്തതായി ആര്? ഹലോ ഹലോ, എന്താ പേര്? ജോർജ്. ജോർജ് എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പം മെഡിസിന് പഠിക്കുന്നു. ഓക്കെ, ഫൈൻ. എവിടെ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ്. ഏത് ഇയർ ആണ്? സെക്കൻഡ് ഇയർ. ജോർജ്, നമുക്ക് ആരംഭിക്കാം. ആരംഭിക്കാം. ജോർജ് എന്ന ഈ മെഡിക്കൽ സ്റ്റുഡന്റും ഒരുമിച്ചുള്ള ഈ ദിവസത്തെ അശ്വമേധം ആരംഭിക്കുന്നു. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖല യാഗം. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ജോർജ്, മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാളാണോ മനസ്സിൽ? അല്ലല്ലോ. അതെ, ആണാണ്. യെസ്. ആണെന്നാണോ പറഞ്ഞത്? ഏഷ്യൻ? നോ. അല്ല. യൂറോപ്യൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. 1950 ശേഷം മരണം? അല്ല. 1850 ശേഷം മരണം? അതെ. 1850-നും 1900-നും മധ്യേ മരിച്ച യൂറോപ്പിലുണ്ടായിരുന്ന മെഡിക്കൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ജർമ്മനി? യെസ്. ബ്രിട്ടീഷ്? യെസ്. ബ്രിട്ടീഷാണ്, ഫ്രഞ്ച് അല്ല. അദ്ദേഹം പുതുതായി എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? അല്ല. നോ 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 നോ. സൈക്യാട്രിയുമായി ബന്ധപ്പെട്ട പ്രശസ്തി ഉണ്ടോ? നോ. ഇല്ല. 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. യജ്ഞം. ബ്രിട്ടനിൽ തന്നെ അദ്ദേഹം ഇംഗ്ലണ്ട് ആയിരുന്നോ? അതെ. ഇംഗ്ലണ്ട് ബ്രിട്ടൻ മനസ്സിലാതെ ക്ലിയർ ആയില്ല. ഇംഗ്ലണ്ട് ബ്രിട്ടൻ ഒന്നല്ല. ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ് ഇത് ചേർന്നതാണ് ബ്രിട്ടൻ. ഇംഗ്ലണ്ട്. അതെ. ഐറിഷുകാരനാണോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. അല്ല. ഫിസിയോളജി ആണോ പ്രധാനമായും? അല്ല. വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് പറഞ്ഞത്. ഫിസിയോളജി അല്ല. പുതുതായി ഒന്നും എന്തെങ്കിലും ഡിസ്കവറി നടത്തിയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവന മോർഫോളജിയുമായോ പത്തറ്റോളജിയുമായോ ബന്ധപ്പെട്ടാണോ? ഇല്ല. സർജൻ ബൈ പ്രൊഫഷൻ. അദ്ദേഹം ഒരു സർജൻ ആയിരുന്നോ? യെസ്. അദ്ദേഹം is there anything in the world which reminds his name? അദ്ദേഹത്തിന്റെ പേര് അനുസ്മരിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? യെസ്. ഉണ്ട്. 16 ചോദ്യങ്ങൾ. രാജസൂയം. അനാറ്റമിയാണ് അല്ലേ? യെസ്. ഗാലൻ, ലോകത്തിലെ ഏറ്റവും വലിയ ആദ്യകാലങ്ങളിൽ അനാറ്റമിയുടെ ഏറ്റവും വലിയ പ്രപിതാവ് എന്നറിയപ്പെട്ടിരുന്നത് പണ്ട് പഴയകാലത്ത് ഗാലനായിരുന്നു. ഗാലന്റെ സിദ്ധാന്തങ്ങളെല്ലാം ആൻഡ്രേ വെസേലിയസ് എന്ന ലോകത്തിലെ ഏറ്റവും മഹാനായ ഡോക്ടർ തകർത്തെറിഞ്ഞുകൊണ്ട് ഈ പുരുഷന്റെയും സ്ത്രീയുടെയും വാരിയല്ലുകളുടെ എണ്ണം ഒന്ന് തന്നെയാണ്, അല്ലാതെ വാരിയല് ഊരി നിർമ്മിച്ചതല്ല സ്ത്രീയെ എന്ന് വെസേലിയസ് തെളിയിച്ചതിന് പിന്നിലുള്ള കഥ എന്ന് പറഞ്ഞാൽ രസകരമാണ്. ശവക്കോട്ടയിൽ പോയി, സെമിത്തേരിയിൽ പോയിട്ട്, അന്നത്തെ കാലത്ത് പോസ്റ്റ്മോർട്ടം ഒന്നും ഇല്ല, ഓട്ടോപ്സി ഇല്ല, പോസ്റ്റ്മോർട്ടം ഇല്ലാത്ത കാലത്ത് ശവക്കോട്ടയിൽ പോയി ശവശരീരങ്ങൾ മോഷ്ടിച്ച് കീറി മുറിച്ചാണ് വെസേലിയസ് ഗാലന്റെ സിദ്ധാന്തങ്ങൾ തെറ്റായിരുന്നുവെന്നും വാരിയെല്ലുകളുടെ എണ്ണം ഒന്ന് തന്നെയാണ് എന്നും തെളിയിച്ചത്. നമ്മുടെ ഈ ഓരോ മേഖലയിൽ ചരിത്രത്തിൽ എന്നതുപോലെ വൈദ്യശാസ്ത്രത്തിൽ പോലും അതിശയിപ്പിക്കുന്ന ചരിത്ര വഴികളിലൂടെ സഞ്ചരിച്ചാണ് വിജ്ഞാനത്തിന്റെ നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. മൈ ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ ടു യു. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. താങ്കൾ വിചാരിച്ച വ്യക്തിയെ അദ്ദേഹം സ്പെസിഫൈ ചെയ്ത ഒരു ശാസ്ത്ര ശാഖ അദ്ദേഹത്തിന്റെ പേരിനെ അനുസ്മരിപ്പിക്കുന്നുണ്ടോ? പുള്ളിയുടെ പേരിൽ ഒരു ശാസ്ത്രശാഖ ഇല്ല. പേരല്ല ഉദ്ദേശിച്ച, ആ പേരില്? അതെ. ഇല്ല. നോ. ഇല്ല. Because I'm very clear about that question. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേര്
ഓർമ്മിപ്പിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ, ഒരു സംഭാവനയുണ്ടോ അനാറ്റമിയിൽ എന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ട്. ഓക്കെ, ഞാൻ ഒരു പുതിയ ശാസ്ത്രശാഖ ലൈക്ക് ഒരു വേ ഓഫ് തിങ്കിങ് പുള്ളിയുടെ പേര് വന്നെന്നാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഗ്രേ അനാറ്റമി എന്ന് പറയുന്നത് പോലെ ഉണ്ട്. ഉണ്ട്, തീർച്ചയാണ് ഉണ്ട്. അനാറ്റമിയുടെ ചരിത്രത്തിൽ നവീനമായ ഒന്ന് ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞോ എന്നാണ് ചോദ്യം. നവീനമായിട്ടാണ് പുതിയൊരു കംപ്ലീറ്റ്, ബാക്കി എല്ലാവരും പറഞ്ഞത് റോങ്, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല. അദ്ദേഹം അതുവരെ നിലനിന്നിരുന്ന അനാറ്റമിയുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യത്യസ്തമായ അദ്ദേഹത്തിൻ്റെതായ തനതായ മൗലികമായ ഒരു പുതിയ ചിന്ത അനാറ്റമിയിൽ ആവിഷ്കരിച്ചോ? അതാണോ അദ്ദേഹത്തിനെ ശ്രദ്ധേയനാക്കിയത് എന്നാണ് ചോദ്യം. അതെനിക്കത്ര, ഞാൻ നോ എന്നേ പറയത്തുള്ളൂ. ഇല്ല എന്നാ പറയുന്നത്. നോ എന്നാണ് താങ്കളുടെ അഭിപ്രായം. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേരിന്റെ ഏതെങ്കിലും ഭാഗം ജിയിലോ എച്ചിലോ ആരംഭിക്കുന്നുണ്ടോ? ഉണ്ട്. ഉറപ്പാണ്? That's correct? Yes. So, താങ്കൾ വിചാരിച്ചത് ഹെൻറി ഗ്രേ ആണ്. Yes. ആണ്? ഹെൻറി ഗ്രേ 1861 ജൂൺ 13 ജനിച്ചു. ഒരു ഇംഗ്ലീഷ് അനാറ്റമിസ്റ്റും സർജനുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രേസ് അനാറ്റമി എന്ന പുസ്തകം വളരെ പ്രസിദ്ധമാണ്. ശവശരീരങ്ങൾ മോഷ്ടിച്ച് വൈദ്യശാസ്ത്രത്തിന് പുതിയ മാനങ്ങൾ കൊടുത്ത, നിലനിന്നിരുന്ന കൺവെൻഷനലായ തെറ്റിദ്ധാരണകളെ തന്റെ പ്രതിഭ കൊണ്ട് മറികടന്ന ആൻഡ്രേ വെസേലിയസ് എന്ന ഉജ്ജ്വലനായ ഡോക്ടറെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അടുത്ത ദിവസം മറ്റു മത്സരാർത്ഥികളുമായി ടെലിഫോണിലൂടെയും നേരിട്ടും വീണ്ടും കാണുന്നതുവരെ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് നൈറ്റ് ഫ്രം GS Pradeep.